1948 ജനുവരി 30 5:17 ഡൽഹിയിലെ ബിർള ഹൗസിൽ വെച്ച് ഗാന്ധിജി 3 വെടിയുണ്ടകളാൽ മരണപ്പെട്ടുവെന്ന് നാം എല്ലാവരും കേട്ടിട്ടുണ്ട്. എന്നാൽ ഗാന്ധിജി തന്റെ മരണം മുൻകൂട്ടി കണ്ടിരുന്നു. അതായത് താൻ മരിക്കാൻ പോകുകയാണെന്ന് ഗാന്ധിജിക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു. വൈകുന്നേരം 5:10 തന്റെ പതിവ് പ്രാർത്ഥനയ്ക്ക് വൈകി എത്തിയ ഗാന്ധിജിയെ കാണാൻ വന്ന കത്തിയവാറിൽ നിന്നുള്ള ചിലരെക്കുറിച്ച് പറഞ്ഞപ്പോൾ, ഞാൻ അവരെ പ്രാർത്ഥന കഴിഞ്ഞ് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ കാണാമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. ചില പുസ്തകങ്ങൾ അനുസരിച്ച് തന്റെ മരണം സംഭവിക്കാൻ പോകുന്നുവെന്ന് ഗാന്ധിജിക്ക് അറിയാമായിരുന്നു. പക്ഷെ അത് തടയാൻ ഒന്നും ചെയ്യാൻ അദ്ദേഹം ആഗ്രഹിച്ചില്ല. കാരണം അദ്ദേഹത്തിന് ജീവിക്കാൻ ആഗ്രഹമില്ല. ഗാന്ധിജിയെക്കുറിച്ച് എഴുതിയ ചില പ്രധാന പുസ്തകങ്ങളിൽ നിന്നാണ് ഈ വിവരം നമുക്ക് ലഭിച്ചത്. അതിനാൽ ഈ മുഴുവൻ രഹസ്യവും പരിഹരിക്കുന്നതിന് അദ്ദേഹത്തിന്റെ മരണത്തിന് മുമ്പുള്ള അവസാനത്തെ 1 മണിക്കൂർ നമുക്ക് ശ്രദ്ധാപൂർവം മനസ്സിലാക്കാം. ആ മണിക്കൂറിന് 1 മണിക്കൂർ മുമ്പ് നമുക്ക് ആരംഭിക്കാം. അതായത് വൈകുന്നേരം 4 മണി മുതൽ. ഈ സമയം സർദാർ പട്ടേൽ ഗാന്ധിജിയെ കാണുകയും പ്രധാനമന്ത്രിയുടെയും രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെയും അധികാരവുമായി ബന്ധപ്പെട്ട് താനും നെഹ്റുവും തമ്മിൽ നിലനിൽക്കുന്ന അഭിപ്രായ വ്യത്യാസങ്ങളെക്കുറിച്ച് പറയുകയും ചെയ്തു. അവർക്കിടയിൽ ഏകദേശം 30 മിനിറ്റ് സംഭാഷണം നടന്നു. 4-ന് ആരംഭിച്ച ചർച്ച 5 വരെ തുടർന്നു. അതിനിടയിൽ തന്റെ സഹോദരിയുടെ മകൾ നീൽ മനു തന്റെ ചുമയുടെ മരുന്ന് കഴിക്കുന്ന സമയത്തെക്കുറിച്ച് ഓർമ്മിപ്പിച്ചു. എല്ലാ ദിവസവും കൃത്യം 5 മണിക്ക് ഗാന്ധിജി പൊതുജനങ്ങളോടൊപ്പം ഏതെങ്കിലും മതഗ്രന്ഥങ്ങൾ വായിച്ച് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. എന്നും കൃത്യനിഷ്ഠ പാലിക്കുന്ന ഗാന്ധി അന്ന് വൈകി. അതുകൊണ്ടാണ് ഒടുവിൽ 5:05 മനു ദൂരെ നിന്ന് തന്റെ റിസ്റ്റ് വാച്ചിലേക്ക് ചൂണ്ടിക്കൊണ്ട് വളരെ വൈകിയെന്ന് ചർച്ചയിലായിരുന്ന ഗാന്ധിജിക്ക് സൂചന നൽകി. എല്ലാവരും പ്രാർത്ഥനയ്ക്കായി കാത്തിരിക്കുന്നു. ഈ സൂചന ലഭിച്ചപ്പോൾ ഗാന്ധിജി യോഗത്തിൽ നിന്ന് എഴുന്നേറ്റ് മനുവിനോട് പറഞ്ഞു, നേഴ്സ് രോഗിക്ക് ശരിയായ സമയത്ത് മരുന്ന് നൽകിയില്ലെങ്കിൽ രോഗി മരിക്കാനിടയുണ്ട്. ഗാന്ധിജിയുടെ ഈ പ്രസ്താവനയും വളരെ പ്രധാനമാണ്. കാരണം ഗാന്ധിജി ഇത് പറഞ്ഞപ്പോൾ ഉദ്ദേശിച്ചത് മനു എല്ലാ ദിവസവും 5 മണിക്ക് മരുന്ന് കഴിക്കാൻ, അതായത് കൃത്യസമയത്ത് പ്രാർത്ഥിക്കാൻ ഗാന്ധിയെ ഓർമ്മിപ്പിക്കുമായിരുന്നു. അത് ചെയ്തില്ലെങ്കിൽ ഒരു രോഗിക്ക് മരുന്ന് കിട്ടാത്തത് കൊണ്ട് മരിക്കുന്നത് പോലെ ഗാന്ധിയും മരിക്കുമെന്ന് പറയാതെ പറയുന്നു. അറിഞ്ഞതിന് സമാനമായി ചിലത് സംഭവിച്ചു. അദ്ദേഹത്തെ കാണാൻ കത്തിയവാറിൽ നിന്ന് മറ്റു ചിലരും വന്നിരുന്നു. മനു ഈ കാര്യം ഗാന്ധിയെ അറിയിച്ചു. പക്ഷേ എന്റെ പ്രാർത്ഥനയ്ക്ക് ശേഷം മാത്രമേ ഞാൻ അവരെ കാണൂ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. അതും ജീവിച്ചിരുന്നാൽ. ഗാന്ധിജിയുടെ പേഴ്സണൽ സെക്രട്ടറി വി കല്യാൺ തന്നെ ഗാന്ധിജിയുടെ മരണ സംഭവത്തെ അനുസ്മരിച്ചുകൊണ്ട് എഴുതിയതാണ് ഈ പ്രസ്താവന. ഈ 2 പ്രസ്താവനകൾക്കും ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ അദ്ദേഹം മരിച്ചു എന്നത് അല്പം വിചിത്രമായി തോന്നുന്നു. അത് തന്റെ അവസാന ദിവസമാണെന്ന് ഗാന്ധിജിക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു. എന്നാൽ ഗാന്ധിജിക്ക് അദ്ദേഹത്തിന്റെ മരണം എങ്ങനെ പ്രവചിക്കാനാകും? ഈ സംഭവത്തിന് 10 ദിവസം മുൻപ് തന്നെ ഒരു വധശ്രമം ഗാന്ധിജിയുടെ മേൽ നടന്നിരുന്നു. വാസ്തവത്തിൽ 1948 ജനുവരി 20 നാഥുറാം ഗോഡ്സെയും അദ്ദേഹത്തിന്റെ സഹോദരൻ ഗോപാൽ ഗോഡ്സെയും മറ്റ് 5 സഖാക്കളും ചേർന്ന് ഗാന്ധിജിയെ വധിക്കാൻ ശ്രമിച്ചിരുന്നു. ഇപ്പോൾ ഈ 5-ൽ 2 പേരുടെയും പേരുകൾ ഓർക്കുക. കാരണം മുഴുവൻ പ്ലോട്ടിലും അവർ വളരെ പ്രധാനപ്പെട്ട വേഷങ്ങൾ ചെയ്യാൻ പോകുന്നു. അവരുടെ പ്ലാൻ ഇതായിരുന്നു. ആദ്യം ഗ്രനേഡ് എറിഞ്ഞ് ജനക്കൂട്ടത്തിൽ പരിഭ്രാന്തി സൃഷ്ടിക്കുന്നു. അതിനുശേഷം പ്രാർത്ഥനാ വേദിയിൽ വെടിവെക്കുകയും ഗ്രനേഡ് എറിയുകയും ചെയ്യുന്നു. എന്നിട്ടും ബാക്കിയുള്ള അംഗങ്ങൾ ആൾക്കൂട്ടത്തിന്റെ ഭാഗമായി നിൽക്കും. അങ്ങനെ ഗാന്ധിജി രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ ആൾക്കൂട്ടത്തിനിടയിൽ ഉള്ള നമ്മുടെ ആളുകൾ എല്ലാ ഭാഗത്തു നിന്നും ആക്രമിക്കപ്പെടും. എന്നാൽ ആദ്യ സ്ഫോടനം ഇവർ പ്രതീക്ഷിച്ച പോലെ നടന്നില്ല. അതിനാൽ തന്നെ അതൊരു പരാജയമായിരുന്നു. കാരണം ഇവർ വിചാരിച്ച പോലെ ഗ്രനേഡ് ആളുകൾ പരിഭ്രാന്തി ഉണ്ടാക്കിയില്ല. ഗ്രനേഡ് എറിഞ്ഞ ബാബ എന്നയാളെ ജനങ്ങൾ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയും ബാക്കിയുള്ള 6 പേർ അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയും ചെയ്തു. ബാബയെ പോലീസ് ചോദ്യം ചെയ്തപ്പോൾ ആദ്യമൊന്നും ആരുടെയും പേര് വെളിപ്പെടുത്തിയില്ല. എന്നാൽ ജനുവരി 2 വിഷ്ണു കർക്കറയുടെ പേര് വെളിപ്പെടുത്തുകയും ആ ആക്രമണത്തിൽ അദ്ദേഹം പങ്കെടുത്തതായി പോലീസിൽ അറിയിക്കുകയും ചെയ്തു. ചിലർ ഡൽഹിയിലെ കൊണാട്ട് പ്ലേസ് ഏരിയയിലെ മറീന ഹോട്ടലിലും ചിലർ ഹിന്ദു മഹാസഭാ ഭവനിലുമാണ് താമസിക്കുന്നത്. ഇപ്പോൾ പോലീസിന് ഒരു ലീഡ് കിട്ടി. ബാബയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് മറീന ഹോട്ടലിലെത്തി. ആ ഹോട്ടലിലെ അറ്റൻഡറിൽ നിന്നും ഇയാളുടെ, അതായത് വിഷ്ണു കർക്കറയുടെ രൂപം നന്നായി മനസ്സിലാക്കി. എന്നാൽ നിർഭാഗ്യവശാൽ അവരെ പിടിക്കാൻ കഴിഞ്ഞില്ല. പോലീസിന് കിട്ടിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അവർ സജീവമായി പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ അവരെ പിടിക്കാമായിരുന്നു. ആദ്യ ശ്രമത്തിന് 6 ദിവസത്തിനു ശേഷം, അതായത് ജനുവരി 23 ഗോഡ്സെയും കൂട്ടാളികളും താനെയിൽ വീണ്ടും ഒരു 2ാം കൂട്ടായ്മ ഉണ്ടാക്കാൻ പദ്ധതിയിട്ടു. എന്നാൽ ഇത്തവണ ഒരു മാറ്റത്തോടെ ഒരാൾ മാത്രമേ ദൗത്യത്തിന് പോകുകയുള്ളൂ. കാരണം കൂടുതൽ ആളുകൾ പിടിക്കപ്പെടുമോ എന്ന ഭയം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അടുത്ത ദിവസം തന്നെ ഗോഡ്സെ വിമാനം പിടിച്ച് പദ്ധതി നടപ്പിലാക്കാൻ ദില്ലിയിലേക്ക് പുറപ്പെട്ടത്. എന്നാൽ ജോലി പൂർത്തിയാക്കാൻ അദ്ദേഹത്തിന് വിശ്വസനീയമായ ഒരു തോക്ക് ആവശ്യമാണ്. 9mm-34 ഗോളിയോറിൽ നിന്നും കിട്ടാൻ പോകുന്ന മോഡൽ ബെറേറ്റ റിവോൾവർ. ഇന്ത്യയിൽ ഈ പിസ്റ്റൾ കണ്ടെത്തുന്നത് വളരെ അപൂർവമായിരുന്നു. കാരണം ഇത് ഇറ്റാലിയൻ നിർമ്മിത പിസ്റ്റളായിരുന്നു. ഗോളിയോറിലെ ഏറ്റവും വലിയ ആയുധ ഇടപാടുകാരൻ ജഗദീഷ് ഗോയലും ഗോളിയോറിലെ ഹിന്ദു മഹാസഭയുടെ തലവൻ ഡോക്ടർ പർച്ചൂരും ചേർന്ന് ഗോഡ്സെയ്ക്ക് ഈ പിസ്റ്റൾ നൽകി.
500 രൂപയ്ക്കാണ് ഗോഡ്സെ അന്ന് ഈ പിസ്റ്റൾ അദ്ദേഹത്തിൽ നിന്നും വാങ്ങിയത്. ഇന്നത്തെ താരതമ്യത്തിൽ ഈ തുക ഏകദേശം 70,000 മുതൽ 80,000 രൂപ വരെ വരും. ഇപ്പോൾ ഇത്രയും വില കൂടിയ പിസ്റ്റൾ വാങ്ങാൻ ഒരു പ്രധാന കാരണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബെറേറ്റയെ ലോകമഹായുദ്ധകാലത്തെ ഏറ്റവും വിശ്വസനീയമായ പിസ്റ്റൾ എന്ന് വിളിച്ചിരുന്നു. കാരണം ഇത് ഒരു സെമി ഓട്ടോമാറ്റിക് പിസ്റ്റൾ ആയിരുന്നു. ഇതൊക്കെയാണെങ്കിലും ഗാന്ധിജിക്ക് തൻ്റെ മരണം ഒഴിവാക്കാമായിരുന്നു. എന്നാൽ ഗാന്ധിജി തന്നെ തൻ്റെ മരണം ആഗ്രഹിച്ചിരുന്നു എന്നതാണ് മറ്റൊരു സത്യം. കാരണം അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സെക്രട്ടറി തന്നെ ഇക്കാര്യം പറഞ്ഞു. ആദ്യ വധശ്രമത്തിന് ശേഷം തൻ്റെ സുരക്ഷ വർദ്ധിപ്പിക്കാൻ ഗാന്ധിജിയോട് പറഞ്ഞെങ്കിലും അദ്ദേഹം അത് വിസമ്മതിച്ചു. സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സുരക്ഷ ആരായാലും അവർക്ക് ജീവിക്കാൻ അവകാശമില്ല. ഗാന്ധി എന്തിനാണ് ഇങ്ങനെ പറഞ്ഞത്? ഇതിനെക്കുറിച്ച് ചില വിദഗ്ധർ പറയുന്നത് ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിൽ ഗാന്ധിജി വളരെ ദുഃഖിതനായിരുന്നുവെന്നും അതിനാലാണ് അദ്ദേഹം സ്വയം ജീവിക്കാൻ ആഗ്രഹിച്ചില്ലെന്നും പറയപ്പെടുന്നത്. ഗാന്ധിയുടെ അവസാന ദിവസം ഗാന്ധി വിസമ്മതിച്ചിട്ടും പട്ടേലും നെഹ്റുവും ബിർള ഹൗസ് പ്രദേശത്ത് 36ഓളം പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിരുന്നു. എന്നാൽ ഗാന്ധി ഒരു സന്ദർശകനെയും പരിശോധിക്കരുതെന്ന് വിലക്കിയിരുന്നു. സെക്യൂരിറ്റി ഈ നിർദ്ദേശം പാലിച്ചു. ഒരിക്കൽ പോലും കർശനമായ സുരക്ഷ കാത്തുസൂക്ഷിക്കാൻ അദ്ദേഹം ശ്രമിച്ചില്ല. അതുകൊണ്ടാണ് നാഥുറാം ഗോഡ്സെയ്ക്ക് തോക്കുമായി അകത്തേക്ക് പോകാൻ എളുപ്പമായത്. കൃത്യം 5 മണിക്ക് അദ്ദേഹം ഗാന്ധിജിയുടെ വരവിനായി കാത്തിരിക്കാൻ തുടങ്ങി. പദ്ധതി വളരെ ലളിതമായിരുന്നു. ആൾക്കൂട്ടത്തിന് മുന്നിൽ നിൽക്കുക, ഗാന്ധിജി വന്നയുടൻ അദ്ദേഹത്തിൻ്റെ പാദങ്ങൾ തൊട്ട് വണങ്ങുക, പിന്നീട് ഷൂട്ട് ചെയ്ത് കൊല്ലുക. എന്നാൽ സമയം പോകെ ഗോഡ്സെയിൽ ഭയം ഉടലെടുക്കാൻ തുടങ്ങി. തൻ്റെ ഈ പ്ലാൻ ഗാന്ധിജി അറിഞ്ഞു കാണുമോ? എന്നാൽ 17 മിനിറ്റിന് ശേഷം ഗാന്ധിജി പ്രാർത്ഥനാ വേദിയിലേക്ക് വരുന്നത് കണ്ടപ്പോൾ ഗോഡ്സെ ഗാന്ധിജിയുടെ അടുത്തേക്ക് നീങ്ങി. തുടർന്ന് ഗാന്ധിജിയുടെ പാദങ്ങൾ തൊടാൻ ശ്രമിച്ചു. ഇത് ചെയ്തയുടൻ ഗോഡ്സെയെ പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ മനു തുടങ്ങി. പക്ഷേ മനുവിനെ തള്ളിയിടുകയും കൃത്യം 5:17 തൻ്റെ പിസ്റ്റളിൽ നിന്നും 3 ബുള്ളറ്റുകൾ ഗാന്ധിജിക്ക് നേരെ നിറയൊഴിക്കുകയും ചെയ്തു. ഇനി ഇവിടെ മറ്റൊരു വിചിത്രമായ കാര്യം ശ്രദ്ധിക്കുക. നാഥുറാമിൻ്റെ അറസ്റ്റിന് ശേഷം ഡൽഹി ഹൈക്കോടതി വിചാരണ ആരംഭിച്ചതായി ഓപ്പൺ മാഗസിൻ റിപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ ഈ കേസിൽ നാഥുറാം ഗോഡ്സെയ്ക്കും 2-4 പേർക്കും പുറമെ മറ്റുള്ളവർക്കെതിരെ ഒരു കേസും എടുത്തിട്ടില്ല. സത്യത്തിൽ ഗോഡ്സെയ്ക്ക് ബെറേറ്റെ പിസ്റ്റൾ നൽകിയ ജഗദീഷ് ഗോയലിൻ്റെയും ഡോക്ടർ പെർച്ചൂരിൻ്റെയും പേരുകൾ പോലും അന്തിമ കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഹൈദരാബാദ് നൈസാമിനെതിരെ ഇന്ത്യൻ ഗവൺമെൻറ് ഒരു പ്രോക്സി യുദ്ധം നടത്തിയപ്പോൾ ഹിന്ദു മഹാസഭയും ഗോഡ്സെയ്ക്ക് പിസ്റ്റൾ നൽകിയ ഡോക്ടർ പെർച്ചൂരും അതിൽ പ്രധാന പങ്ക് വഹിച്ചതിനാലായിരിക്കാം അന്തിമ കുറ്റപത്രത്തിൽ നിന്നും അവരുടെ പേരുകൾ നീക്കം ചെയ്തത്. അങ്ങനെ ഗാന്ധി അധ്യായം കഴിഞ്ഞു. പക്ഷെ ഒരു ചോദ്യം, നമ്മൾ ഇപ്പോൾ അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യം അത് 100 വർഷങ്ങൾക്ക് മുമ്പേ ലഭിക്കേണ്ടതായിരുന്നു. പിന്നെ എന്തുകൊണ്ട് വൈകി? ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.